കാക്കനാട് നടന്ന കൂട്ട ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അടിമുടി ദുരൂഹതയാണ് ഇപ്പോൾ കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്ന മരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. മരിച്ചവർ ആരും കേരളത്തിൽ ഇല്ലാത്തവർ ആയതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ആത്മഹത്യ ചെയ്ത കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ അഴിമതിയിൽ CBI കേസെടുത്തിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷണർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ശാലിനി. ഇവർ വിവാഹമോചിതയാണ്. ഇവർക്കൊരു കുട്ടിയുമുണ്ട്. കഴിഞ്ഞ 15-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI നോട്ടീസ് നൽകിയിരുന്നു. ഇതാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് സംശയം. അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരാണ് മരിച്ചത്. 2013 മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. കോടതി രേഖകൾ പരിശോധിച്ചാൽ ശാലിനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. തന്റെ കക്ഷിയുടെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കേസ് തള്ളിയത്. ശാലിനി വേഴ്സസ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസുള്ളത്. ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്.